അയ്യോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല. ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യം. എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിനടുത്തോടെ ആരോ ഓടി പോകുന്നുണ്ടോ? അവിടെ ആരും ഉണ്ടാവില്ല. ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. പേടി പെണ്ണ്. നടക്കങ്ങോട്ട് ചേച്ചി. അത് കഴിഞ്ഞാ കിടന്നോളൂട്ടോ. നടക്ക് നടക്കാൻ പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന്. അങ്ങോട്ട് കുളിച്ചേ പറയട്ടെ. കണ്ടതാ ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ വർമ്മസാറ് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മസാറും കൂടി എന്നെ വറുത്ത് തിന്നടി. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ. ഓ ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ അവിടെ തന്നെ നിന്നോ. ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന്. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. പിള്ളേര് കുളിക്കുന്നത് ഇന്നത്തോടെ നിർത്തി തരണം. നിന്റെ മൊബൈൽ ഗെയിം കുളിക്കുമ്പോ ഞാൻ അറിയാത്ത മൊബൈൽ ഫോണില് ക്യാമറയിൽ എന്നെ വിട. ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കിടന്നപ്പോ നീ ആരെ കാണാൻ അങ്ങോട്ട് പോയത്? അത് പിന്നെ മോളെ മാഡം, ഈ സാർ അല്ല, അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാർ വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആന്റണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്. സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ല് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. പാവം. അതി അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്.
ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞുകൂടാത്തോല ആ കുളിസി. അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീലപ്പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം നിന്നെ പോവല്ല പറഞ്ഞ മനുഷ്യനോട് നിൽക്കുമ്പോ ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്നെങ്ങനെ ഉറങ്ങുമെന്തോ. മീനെ അങ്ങോട്ട്. ഈ മീങ്ങൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീങ്ങളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട് കാഴ്ചയോ? ഇനിയിപ്പോ കുളിസിയിലെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാനും നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാളിയാ. കണ്ടോ? ആ, എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്നു ദോശ ഇടുന്നത്? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ മുട്ടതക്കി എന്റെ മുട്ട മുഴുവൻ നീരാകളിയാ. മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരൂ. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ്. ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടിയും കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേഗം തയ്ക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർന്ന് പോലും വിചാരമില്ലാത്ത മരക്കഴുത. സഖി ഞാൻ വെറുമൊരു നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ടാട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. സാറിന്റെ ഇവിടെ അല്ല, ആന്റിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല, അല്ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറ് ഞാൻ താൻ ഒന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർദ്ധക്യം ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്ന് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ആന്റണി മാത്രം അറിഞ്ഞാ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം എന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. റൈറ്റ്, നമുക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ.